പത്തരമാറ്റ സീരിയലിന്റെ ജനുവരി 14 എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത്. അതിനു മുൻപായി ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നയനയുടെ നെഞ്ചത്ത് പിടിച്ച് അനാമിക തള്ളി താഴെയിട്ടത് കണ്ടുകൊണ്ട് കലിപൂണ്ട് അനാമികയ്ക്ക് നേരെ നോക്കുന്ന നന്ദുവിന്റെ മുഖത്ത് നോക്കി അനാമിക ചോദിക്കുകയാണ്, എന്താടി നീ നോക്കുന്നത്? നിനക്കെന്നെ തല്ലണോ? ഈ ചോദ്യം കേട്ടപാടെ കൈവലിച്ച് അനാമികയുടെ മുഖത്താഞ്ഞടിക്കുകയാണ് നന്ദു. അതിനുശേഷം അനാമികയുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് തള്ളി താഴേക്കിടുകയും താഴെയിട്ട് നന്ദു 2 പ്രാവശ്യം അനാമികയെ ചവിട്ടുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. താഴെ വീണ് കിടന്ന അനാമികയെ ജലജയും ജാനകിയും കൂടി പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് ജാനകി വളരെ കോപത്തോടു കൂടി നന്ദുവിനോട് ചോദിക്കുകയാണ്, എന്താടി നീ കാണിച്ചത്? എന്താടി നീ എൻ്റെ മോളോട് നീ ചെയ്തത്? കണ്ടില്ലേ എന്താ ചെയ്തതെന്ന്? ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോക്കോ, ഇല്ല എന്നുണ്ടെങ്കിൽ കാലിൽ പിടിച്ച് ഇവളെ നിലത്ത് കുത്തുവാൻ എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഉടനെ ജലജ ജാനകിയോട് പറയുകയാണ്, ജാനകി വേണ്ട കേട്ടോ, കളരിപ്പയറ്റും കാരാട്ടയുമാണ് ഇവൾ. ഉടനെ അനാമിക നന്ദുവിനോട് ചോദിക്കുകയാണ്, നീ എന്നെ തല്ലി അല്ലേ? എന്റെ ചേച്ചിയുടെ ദേഹത്ത് കൈവച്ചാൽ പിന്നെ കണ്ടോണ്ട് നിൽക്കണോ? ദേ, നീ പറഞ്ഞതൊക്കെ ഞാൻ സഹിച്ചു, പക്ഷേ ദേഹത്ത് തൊട്ടുള്ള ആ കളി അത് വേണ്ട. എടി, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നതിന് പകരം നിന്റെ ഭർത്താവിനെ നീ നിന്റേതാക്കി തീർക്കുവാനാണ് ശ്രമിക്കേണ്ടത്. അത് നിന്റെ കടമയാണ്. അത് ചെയ്യാതെ നാട്ടിലുള്ള പെൺകുട്ടികളുടെ നേരെ വഴക്കിനും അടിക്കും ചെന്നാൽ നിന്റെ ശരീരം നോക്കും. ചിലപ്പോ കയ്യും കാലുമൊക്കെ ഒടിഞ്ഞെന്നിരിക്കും. അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ. ഇത് കേട്ടിട്ട് കോപത്തോടുകൂടി അനിയുടെ നേരെ തിരിഞ്ഞിട്ട് ജാനകി പറയുകയാണ്, ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നേക്കരുത്, ഞങ്ങളുടെ കൂടെ വന്നോണം. പറഞ്ഞത് മനസ്സിലായോടാ നിനക്ക്? അപ്പോൾ ജലജ പറയുകയാണ്, അവന് ഇപ്പോഴും വരാൻ മനസ്സില്ല. എന്നാലും എൻ്റെ അനി, നീ എല്ലാ കാര്യത്തിലും ആദർശിനെ ഇങ്ങനെ അനുകരിക്കുന്നത് ശരിയാണോ? എന്തനുകരിച്ചു എന്നാ ഈ പറയുന്നത്? അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്. ഇവൾ അർഹിക്കാത്ത സ്നേഹമാണ് അവൻ അവൾക്ക് കൊടുക്കുന്നത്. അതുപോലെ എൻ്റെ അനാമിക മോളെ ഇവൻ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ അമ്മയോട് അനി ചോദിക്കുകയാണ്, സ്നേഹം എന്നുള്ളത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, അല്ലാതെ ഒരാളെ തല്ലിപ്പഴിപ്പിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? മിണ്ടരുത് നീ. ഈ കൂടിക്കാഴ്ച ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. അവൻ അവൾക്ക് ആയുർവേദ മരുന്നുമായിട്ട് വന്നിരിക്കുന്നു. നിനക്ക് മരുന്ന് കഴിക്കാൻ എന്താടി? നിന്റെ കരളാണോ നിന്റെ അമ്മായിയമ്മയ്ക്ക് നീ പകുത്തു കൊടുത്തിരിക്കുന്നത്? ജാനകിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും നയനയും നന്ദുവുമൊക്കെ ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, അതെ അതെ, ഓരോരുത്തരുടെ വരവും പോക്കുമൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നുമല്ലോ. പെട്ടെന്ന് കയറി അനാമിക പറയുകയാണ്, കരള് കൊടുത്തുന്നോ? ഇവളോ? മനുഷ്യന്റെ കരളും ചങ്കുമൊക്കെ തുരന്നെടുക്കും ഇവളുമാരും ഈ നിൽക്കുന്നവനും കൂടി. അല്ലാതെ ഒരു തുള്ളി രക്തം പോലും ഒരു മനുഷ്യനും ദാനമായി കൊടുക്കുവാൻ ഇവളുമാരെ കൊണ്ടൊന്നും പറ്റില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും അടുത്ത അടി കൊടുക്കുവാൻ വേണ്ടി നന്ദു മുൻപോട്ടായുകയാണ്. ഈ സമയത്ത് നയന നന്ദുവിനെ പിറകിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. നന്ദു ചോദിക്കുകയാണ്, കിട്ടിയത് നിനക്ക് മതിയായില്ലേ? ഇത് എൻ്റെ വീടാണ്. ഇവിടെ നീ അധികം പ്രസംഗിക്കണ്ട. നീയെന്ന് മാത്രമല്ല, ഇവിടെ ആരും അധികം പ്രസംഗിക്കണ്ട. ഇത് കേട്ടിട്ട് ജലജ ചോദിക്കുകയാണ്, നിന്റെ വീടോ? ആദർശ് എടുത്തു തന്ന വീടല്ലേ ഇത്? അപ്പോൾ നന്ദു പറയുന്നു, ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വീടാണ്. ഇത് കേട്ടിട്ട് ജാനകിയോട് ജലജ പറയുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി, എല്ലാം ആദർശും അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി വരുത്തി വെക്കുന്നതാണ്. അവിടെ പോയി നമ്മൾ ഇതേപ്പറ്റി പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാകും, അല്ലാതെ നമ്മളെ ന്യായീകരിക്കുവാൻ അവിടെ ആരും ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി കേട്ടിട്ട് നയന പറയുകയാണ്, എനിക്കധികം സംസാരിക്കാൻ വയ്യ, ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് പോകാൻ നോക്ക്. ഇത്രയും കേട്ടപ്പോഴേക്കും തിരികെ നടക്കുകയാണ് എല്ലാവരും കൂടി. പക്ഷേ വീണ്ടും ജാനകി മടങ്ങി വന്നിട്ട് പറയുകയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടുകയില്ല. എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് ഇവളെ പ്രതിഷ്ഠിക്കാം എന്ന് നിനക്ക് മോഹമുണ്ടെങ്കിൽ എന്നെ വെള്ള പുതപ്പിച്ച് കിടത്തിയിട്ട് മാത്രമേ അത് നടക്കൂ. എല്ലാവരും അത് ഓർത്തോ. എന്നിട്ട് അനിയോട്, ഇനി നീ എന്ത് കാഴ്ച കാണാൻ വേണ്ടിയാടാ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ജലജ, അവളുമാരുടെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ അവർ വന്നിട്ട് അവരെ കണ്ടിട്ട് വരാൻ വേണ്ടിയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ജാനകി വീണ്ടും പറയുകയാണ്, അവർ വന്നാൽ അവരുടെ കരണത്തായിരിക്കും ഞാൻ ആദ്യം 2 പൊട്ടിക്കുന്നത്. അതിന് നന്ദു മറുപടി പറയുകയാണ്, പൊട്ടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ തിരിച്ചു കിട്ടുന്നതും കൂടി വാങ്ങിച്ചുകൊണ്ട് വേണം പോകാൻ. ഈ സമയത്ത് ജലജ ജാനകിയെ വിളിക്കുകയാണ്, നീ വാ ജാനകി, വിവരദോഷികളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. വീണ്ടും ജാനകി അനിയുടെ മുഖത്ത് നോക്കി വിളിക്കുകയാണ്, വാടാ ഇങ്ങോട്ട്. അപ്പോൾ നയന പറയുന്നു, അനി മോൻ പൊയ്ക്കോ, പക്ഷെ ഇവിടെ നടന്നതൊന്നും ആരും അറിയാൻ പാടില്ല. വീണ്ടും ജാനകി അനിയെ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുമ്പോഴേക്കും നയന അനിയോട് പൊയ്ക്കൂ എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണ്. അങ്ങനെ എല്ലാവരും ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. എല്ലാവരും പോയപാടെ നന്ദു നയനയെ പതിയെ കസേരയിലേക്ക് പിടിച്ചിരുത്തുമ്പോൾ നയന ചോദിക്കുകയാണ്, നീ എന്തിനാ മോളെ ഇങ്ങനെ വയലന്റ് ആകുന്നത്? ചേച്ചി എന്താ ചേച്ചി ഈ പറയുന്നത്? ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അവർക്കാർക്കും അറിയില്ല, പക്ഷെ എനിക്കും അനിക്കും അറിയാം. അപ്പോൾ പിന്നെ ഞാൻ പ്രതികരിച്ചു പോവില്ലേ? ഇനിയിപ്പോൾ ചേച്ചിക്ക് ഒരു പക്ഷേ ഒരു കുഴപ്പവും ഇല്ലെങ്കിലും എൻ്റെ ചേച്ചിയെ ആരെങ്കിലും പിടിച്ചു തള്ളിയാൽ ഞാൻ നോക്കി നിൽക്കില്ല. ഉടനെ നയന പറയുകയാണ്, ഇനി എന്തൊക്കെ നടക്കും എന്ന് എനിക്കറിയില്ല. നീ തന്നെ അനിയോട് പറയണം ഇനി ഇങ്ങോട്ട് വരരുതെന്ന്. ഇനി നിങ്ങൾ തമ്മിൽ കാണരുത്. ഉടനെ നന്ദു നയനയോട് പറയുകയാണ്, ചേച്ചി
എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വാ, നമുക്ക് ആശുപത്രിയിൽ പോകാം. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, മുറിവൊക്കെ ഉണങ്ങി തുടങ്ങിയതല്ലേ. തുടർന്ന് കാണിക്കുന്നത് അനന്തപുരി തറവാടാണ്. അവിടെ ദേവയാനിയുടെ മുൻപിൽ ഈ വിഷയം എത്തുകയാണ്. അനാമിക കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഈ വിവരം ഞാൻ അറിയിച്ചാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ടൊരു മടങ്ങിവരവ് ഉണ്ടാവില്ല വലിയമ്മേ. അത്രയ്ക്കും മനസ്സ് നൊന്താണ് ഞാനിവിടെ നിൽക്കുന്നത്. വീട്ടിലേക്ക് വിളിച്ചു പറയുവാൻ തുടങ്ങിയ എന്നെ അമ്മയാണ് തടഞ്ഞത്. അല്ലായിരുന്നുവെങ്കിൽ അവിടെ വെച്ച് തന്നെ എൻ്റെ അച്ഛനും അമ്മയും വന്ന് എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയേനെ. അപ്പോൾ ദേവയാനി പറയുകയാണ്, ദയവ് ചെയ്ത് മോൾ ഈ വിവരം വീട്ടിൽ വിളിച്ചു പറയരുത്. ഇല്ല വലിയമ്മേ, എനിക്കിത് വീട്ടിൽ വിളിച്ചു പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കാണണമെന്ന് തോന്നുകയാണ്. ഉടനെ വല്ലാത്ത ദേഷ്യത്തോടു കൂടി ജലജ പറയുകയാണ്, ഹോ, ഇത് വല്ലാത്തൊരു ഇടങ്ങേറായല്ലോ. അതിന് ജാനകിയുടെ മറുപടി, അതുപോലെയല്ലേ എൻ്റെ മോളെ അവർ ചെയ്തത്, നീയും കണ്ടതല്ലേ അത്. ഉടൻ തന്നെ അനി അവിടേക്ക് വരികയാണ്. അപ്പോൾ ജലജ പറയുന്നു, ആ വന്നല്ലോ അവൻ. പെട്ടെന്ന് ദേവയാനി അനിയോട് ചോദിക്കുകയാണ്, നീ എന്താടാ അവള് എൻ്റെ മോളെ തല്ലിയപ്പോൾ മിണ്ടാതിരുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് വലിയമ്മയോട് ഇവള് പറഞ്ഞില്ലേ? അപ്പോൾ ജലജ പറയുകയാണ്, അതിന് എന്ത് കാരണമുണ്ടായിരുന്നാലും നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. നയനയും അവളുടെ അച്ഛനും അമ്മയും കൂടിയാണ് നിന്നെ അവിടേക്ക് ക്ഷണിക്കുന്നത്. അത് മനസ്സിലാക്കിയ മോള് അവളെ പിടിച്ച് തള്ളിയതിൽ യാതൊരു കുറ്റവും കാണുന്നില്ല ഞാൻ എന്ന് ദേവയാനി പറയുമ്പോൾ അനി മറുപടി പറയുകയാണ്, ഏടത്തേക്ക് വയ്യാതിരിക്കുകയാ. അതറിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ആയുർവേദ മരുന്നുകളുമായിട്ട് ഏടത്തിയെ കാണാൻ വേണ്ടി പോയതാ. ഉടനെ ജലജ ചോദിക്കുകയാണ്, അവളിപ്പോൾ ആയുർവേദ മരുന്നാണോടാ കഴിക്കുന്നത്? അവൾക്ക് എന്താണ് അസുഖം? അപ്പോൾ അനി, കുറച്ച് രക്തക്കുറവുണ്ട്. അതിന് ജാനകിയുടെ മറുപടി, ഓ, രക്തം കുറയാൻ അവളാണല്ലോ ഏട്ടത്തിക്ക് രക്തം ദാനമായി കൊടുത്തത്. അപ്പോൾ ദേവയാനി വീണ്ടും അനിയോട് ചോദിക്കുകയാണ്, ഇതിന് മുൻപൊരിക്കൽ നീ ഫ്രൂട്ട്സുമായിട്ട് അവിടെ പോയപ്പോൾ ഇതുപോലെ വഴക്കുണ്ടായതല്ലേ? ഇപ്പോൾ അവളുമാരുടെ അച്ഛനും അമ്മയും അവിടെ ഇല്ലാത്ത സമയത്ത് നീ അവിടേക്ക് പോയത് നയനയെ കാണാനല്ലോ, അവളുടെ അനിയത്തിയെ കാണാൻ വേണ്ടിയല്ലേ? സത്യം എന്താണെന്ന് എൻ്റെ ഏട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം അറിയാം. അപ്പോൾ വീണ്ടും ദേവയാനി, എടാ, അങ്ങനെ ഒരു സത്യമുണ്ടെങ്കിൽ ആ സത്യം ഞങ്ങളെ കൂടി അറിയിച്ചാൽ എന്താണ്? ഞങ്ങൾ അറിയാത്ത കാര്യം ഞങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. വലിയമ്മ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിക്കൂ, ഇവൾക്ക് തല്ല് കിട്ടിയെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ഇവളാണ് നിലയും വിലയും മറന്നോരോന്ന് സംസാരിക്കുന്നത്. ഞാനും ഉണ്ടായിരുന്നല്ലോടെ ആ സമയത്ത് അവിടെ. ഏത് പെൺകുട്ടിയും ചെയ്യുന്ന കാര്യം മാത്രമേ മോളും ചെയ്തിട്ടുള്ളൂ എന്ന് ജാനകി പറയുമ്പോൾ ദേവയാനിയുടെ അന്ത്യശാസനം വരികയാണ്. അനി, ഇന്നത്തോടെ നിർത്തിക്കണം നീ ആ വീട്ടിലേക്കുള്ള പോക്ക്. ഇനി മേലിൽ നീ ഒരിക്കൽ കൂടി നന്ദുവിനെ കാണാൻ ശ്രമിക്കരുത്. ഇപ്പോഴാണെങ്കിൽ നിനക്കൊരു ഭാര്യയുണ്ട്. ആ മോളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് നീ ഇനി ജീവിക്കേണ്ടത്, അനാമിക മോളുടെ നല്ലൊരു ഭർത്താവായിട്ട്. ഉടനെ ജലജ വീണ്ടും എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. ആദർശിനെ അവൾ മയക്കിയെടുത്തു. ഇപ്പോൾ അവൻ ഏതു നേരവും ആ വീട്ടിലാണ്. പിന്നെ ആദർശ് നയനയുടെ ഭർത്താവാണെന്ന് പറയാം, പക്ഷേ ഇവിടെ നിന്റെ ഏട്ടത്തിമാരുടെ വീട് മാത്രമാണത്. അവിടേക്ക് ആദർശ് പോകുന്നത് പോലെ നീ പോകേണ്ട കാര്യമൊന്നുമില്ല. ദേവയാനി വീണ്ടും പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നീ ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് പോകരുതനി. മാത്രവുമല്ല, ഒരു കാരണവശാലും നീ ഇനി മോളെ കരയിക്കരുത്. ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അനി വെട്ടിത്തിരിഞ്ഞ് നടന്നു പോവുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, നോക്ക്, അവനത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ശരീരമാസകലം വേദനയാണ്, എൻ്റെ കവിളത്ത് വീണ്ടും പാടായി. അവനെ കല്യാണം കഴിച്ചതുമൂലം ഇത്രയുമൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. അത് കേട്ടിട്ട് ജലജ മനസ്സിൽ മന്ത്രിക്കുകയാണ്, ഇവൾക്ക് 2 എണ്ണം കിട്ടണമെന്ന് ഞാൻ പണ്ടേ ആഗ്രഹിച്ചതാ. നല്ല തല്ലായിരുന്നു. തുടർന്ന് കാണുന്നത് ആദർശ് കാർ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ അനിയുടെ കോള് വരികയാണ്. പെട്ടെന്ന് ആദർശ് വണ്ടി നിർത്തിയിട്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, അനി എന്താടാ? അപ്പോൾ അനി പറയുകയാണ്, ഏട്ടാ, പെട്ടെന്ന് ഏട്ടൻ ഏട്ടത്തിയുടെ വീട് വരെ ഒന്ന് ചെല്ലണം. എന്തു പറ്റിയടാ? ഏട്ടത്തി ചെറുതായിട്ടൊന്ന് വീണു. നീ എന്താണ് ഈ പറയുന്നത്? അവൾക്ക് എന്താണ് സംഭവിച്ചത്? ഏട്ടാ, ഏട്ടൻ പെട്ടെന്ന് അവിടേക്കൊന്ന് ചെല്ലണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏട്ടത്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. എടാ, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറ. കാര്യമൊക്കെ അവരവിടെ ചെല്ലുമ്പോൾ ഏട്ടനോട് പറയും. എത്രയും പെട്ടെന്ന് ഏട്ടൻ അവിടെ വരുന്ന് ചെല്ല്. ഇത്രയും കേട്ടപ്പോഴേക്കും ആദർശ് ഫോൺ കട്ട് ചെയ്തിട്ട് വളരെ പരിഭ്രമത്തോടുകൂടി വാഹനം നയനയുടെ വീട്ടിലേക്ക് വിടുകയാണ്. അനിയുടെ ഈ സംഭാഷണം കേട്ടുകൊണ്ട് അനാമിക പിറകിന് കയറി വരികയാണ്. ഹോ, അവളൊന്ന് വീണപ്പോഴേക്കും ഉടനെ ഏട്ടനെ വിളിച്ചങ്ങ് അറിയിച്ചു. അവളുടെ വീഴ്ച അയാളെക്കാൾ കൂടുതൽ വേദനയുണ്ടാക്കിയത് നിനക്കാണല്ലേ? നിന്റെ പറച്ചിലും സങ്കടവും ഒക്കെ കേട്ടാൽ തോന്നും അവളാണ് നിന്റെ വല്യമ്മയ്ക്ക് കരള് കൊടുത്തതെന്ന്. എടി, കരള് മാത്രമല്ലടി, ചങ്കും പറിച്ചു കൊടുക്കുവാൻ മനസ്സുള്ള ആളാണ് എൻ്റെ ഏട്ടത്തി. അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നതും എൻ്റെ ഏട്ടത്തിയെ സ്നേഹിക്കുന്നതും. അപ്പോൾ നന്ദു എന്ന് പറഞ്ഞവൾ എന്നോട് കാണിച്ചതൊക്കെ കണ്ടുകൊണ്ട് മാറി നിന്ന് നീ ആസ്വദിക്കുകയായിരുന്നു അല്ലേടാ? അതെ, നന്നായിട്ട് ഞാനത് ആസ്വദിച്ചു. നന്ദു അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്റെ കഴുത്ത് നിരിച്ചു കൊന്നേനെ. പെട്ടെന്ന് ജാനകി അവിടേക്ക് കയറി ചെല്ലുക. എന്നിട്ട് ദേഷ്യത്തോടെ അനിയെ പിടിച്ച് തള്ളിയിട്ട് ചോദിക്കുകയാണ്, മോളെ വേദനിപ്പിച്ചത് നിനക്ക് മതിയായില്ലേടാ? അപ്പോൾ അനി, വേദനിപ്പിക്കുവാൻ വേണ്ടി ഇവളെന്തിനാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? എടാ, നിന്റെ പിന്നാലെ അല്ലാതെ പിന്നെ അവൾ ആരുടെ പിന്നാലെയാണ് പോകേണ്ടത്? അമ്മേ, ഞാൻ മലയ്ക്ക് പോകുവാൻ വേണ്ടി മാലയിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ വ്രതം തെറ്റിക്കുന്ന രീതിയിൽ അമ്മയും ഇവളും ഓരോന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നത്.
അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തിനാണ് ഇവൻ മല ചവിട്ടാൻ വേണ്ടി പോകുന്നത്? ഭഗവാനെ കളിയാക്കാനോ? അപ്പോൾ അനി, ദൈവത്തിന് നിരക്കാത്തതായിട്ട് ഒന്നും ഞാനും എൻ്റെ ഏട്ടനും ചെയ്തിട്ടില്ല. മുത്തശ്ശൻ പറഞ്ഞു വന്ന പാതയിൽ കൂടി മാത്രമാണ് ഞങ്ങളൊക്കെ ഇതുവരെയും സഞ്ചരിച്ചിട്ടുള്ളത്. ഉടനെ ജാനകി പറയുകയാണ്, അങ്ങനെ ആയിരുന്നു നീയൊക്കെ ജീവിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ നയന എന്ന് പറയുന്നവൾ എന്ന് ഈ വീട്ടിലേക്ക് വന്ന് കയറിയോ അന്ന് ഈ വീടിൻ്റെ താളം തെറ്റി, നിന്റെയൊക്കെ സ്വഭാവവും മാറി. അതിന് അനി ചോദിക്കുകയാണ്, അപ്പോൾ ഇവൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയതിന് ശേഷം ഈ വീട് ഒരു സ്വർഗമായോ? വീടിനകത്ത് അടിയും വഴക്കുമൊക്കെ ഇല്ലാതായോ? അപ്പോൾ അനാമിക പറയുകയാണ്, ഇവനോടൊന്നും വായിട്ടലച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവന് പ്രിയം നയനയും അവളുടെ അനിയത്തിയും ഒക്കെ തന്നെയാണ്. ഇടി എനിക്ക് മാത്രമല്ല, ഈ തറവാട് നിയന്ത്രിക്കുന്ന മുത്തശ്ശന് പോലും ഏറ്റവും പ്രിയപ്പെട്ടവളാണ് നയനയടത്തി. അത് നീ മനസ്സിലാക്കിക്കോ. അങ്ങനെ അവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണമുള്ള കാരണങ്ങൾ ഏട്ടത്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അനാമിക, അതുകൊണ്ട് തന്നെയാടാ ഞാൻ ചോദിച്ചത്, വലിയമ്മയ്ക്ക് കരൾ ദാനം ചെയ്തത് അവളാണോ എന്ന്. ഈ ചോദ്യത്തിന്റെ മുമ്പിൽ അനി മൗനമായി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ജാനകി പറയുകയാണ്, കരൾ ദാനം ചെയ്യുകയല്ല, കരളും ചങ്കുമൊക്കെ പറിച്ചെടുക്കും. അതാ അവളുടെ സ്വഭാവം. ഇനി നീ ഇവിടെ നിൽക്കണ്ട മോളെ. ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഇവനോട് വഴക്കിട്ടിട്ട് ചിലപ്പോൾ ഈ വീട് വിട്ട് മോൾക്ക് പോകേണ്ടി വരും. അപ്പോൾ അനാമിക പറയുകയാണ്, അത് എപ്പോഴായാലും പോകും, എനിക്ക് ഈ രീതിയിൽ ഇവിടെ തുടരുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അനാമിക വേഗത്തിൽ നടന്നു പോവുകയാണ്. അനാമിക നടന്നു നീങ്ങിയപ്പോൾ ജാനകി അനിയോട് ചോദിക്കുക, സന്തോഷമായോടാ നിനക്ക്? അവൾ വീട് വിട്ടു പോകുവാൻ നീയും പ്രാർത്ഥിക്കുകയാണ് അല്ലേ? ഇങ്ങനെ ഒരുത്തി ഈ വീടിനകത്ത് ഇല്ലാത്തതാണമ്മേ സന്തോഷം. ഏടത്തിയെ പിടിച്ചവൾ തള്ളിയതിനു ശേഷം എനിക്ക് അവളോടുള്ള ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് തല്ലുകൊണ്ടതിൽ യാതൊരു വിഷമവുമില്ലേ? അവളെ തല്ലിരന്നു വാങ്ങിയതാ. അപ്പോൾ ജാനകി, മുടിഞ്ഞു പോകുമടാ. നയന എന്ന് പറയുന്നവൾ ഈ വീടിനകത്ത് ഇത്രയും അന്തഛിദ്രമുണ്ടാക്കുന്നത് കൊണ്ട് അവൾ നശിച്ചു പോകും. ഇത് പറഞ്ഞ് ജാനകിയും ദേഷ്യത്തോടെ അനിയുടെ മുമ്പിൽ നിന്ന് നടന്നു നീങ്ങുകയാണ്. തുടർന്ന് കാണുന്നത് ആദർശ് നയനെ കാണുവാൻ വേണ്ടി അവരുടെ വീടിന്റെ വാതിക്കലേക്ക് വാഹനത്തിൽ ചെന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നന്ദു പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പെട്ടെന്ന് പരിഭ്രമത്തോടുകൂടി ആദർശ് മുകളിലേക്ക് കയറി വരിക. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ സംഭവിച്ചത്? അല്ല, അനിയൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഏടത്തി ഒന്ന് വീണു എന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. എന്താണ് ഇവിടെ സംഭവിച്ചത്? അച്ഛനും അമ്മയും എവിടെ? അവൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? അവരവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ മറ്റോ പോയതാണോ? അല്ല ആദർശേട്ടാ, ചേച്ചി അകത്തുണ്ട്. മോളെ, അവൾക്ക് എന്താണ് സംഭവിച്ചത്? അവൾ എങ്ങനെയാണ് വീണത്? ഒന്ന് പറയും. ചേട്ടൻ ആകെ അപ്സെറ്റാണ്. ചേട്ടൻ ആദ്യം അകത്ത് ചെന്ന് ചേച്ചിയെ ഒന്ന് കാണ്. അപ്പോൾ ചേച്ചി എല്ലാ കാര്യങ്ങളും പറയും. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ചേട്ടൻ അകത്തേക്ക് പോയി നോക്ക്, അപ്പോഴെല്ലാം മനസ്സിലാകും. ഇത് കേട്ടുകൊണ്ട് ആദർശ് നയനയുടെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. നയനെ അപ്പോൾ കട്ടിലിൽ മലർന്ന് കിടക്കുകയാണ്. എന്താ പറ്റിയത് നയനെ എന്ന് ചോദിച്ചുകൊണ്ട് ആദർശ് നയനയെ താങ്ങി എഴുന്നേൽപ്പിക്കുമ്പോൾ നയന പറയുകയാണ്, എനിക്കൊന്നും പറ്റിയില്ല. പക്ഷേ ദയവ് ചെയ്ത് ആദർശേട്ടൻ അനിയോട് പറയണം ഇനി ഇവിടേക്ക് വരരുതെന്ന്. മാത്രവുമല്ല, ആദർശേട്ടൻ ഇവിടേക്ക് വരുമ്പോൾ അനിയെ കൂടെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യരുത്. അതേപ്പറ്റി അല്ലല്ലോ നയനെ ഞാൻ ചോദിച്ചത്. നിനക്കെന്താ പറ്റിയത്? എനിക്ക് അതാണ് അറിയേണ്ടത്. നീ വീണെന്ന് അനി എന്നോട് വിളിച്ചു പറഞ്ഞു. എങ്ങനെ വീണുവെന്നും നിനക്കെന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയണം. അപ്പോൾ മറുപടി നന്ദുവാണ് പറയുന്നത്. ആദർശേട്ടാ, ചേച്ചി വീഴുവാൻ കാരണക്കാരി അനാമികയാണ്. അനാമികയോ? അനി ഇവിടേക്ക് വരുന്നത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ചേച്ചിക്ക് കുറച്ച് ആയുർവേദ മരുന്നുകളുമായിട്ടാണ് അനി ഇവിടേക്ക് വന്നത്. അതറിഞ്ഞുകൊണ്ട് അനാമികയും അനിയുടെ അമ്മയും അബിയുടെ അമ്മയും കൂടി പിന്നാലെ ഇവിടെ എത്തി. പിന്നെ എന്താണ് ഇവിടെ നടന്നതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. സംസാരത്തിനിടയിൽ അനാമിക ചേച്ചിയെ പിടിച്ചു തള്ളി. അപ്പോൾ നയന പറയുകയാണ്, വഴക്കൊന്നും വേണ്ട, അനാമികയ്ക്കുള്ളത് ഇവള് ശരിക്കും കൊടുത്തു. എൻ്റെ അവസ്ഥയൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പോൾ നന്ദു, പെട്ടെന്നുള്ള തള്ളായിരുന്നു, നടുവടിച്ചാണ് ചേച്ചി വീണത്. അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അവൾക്ക് ആവശ്യത്തിനുള്ളത് കൊടുത്തല്ലോ അല്ലേ? അതെ, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ നല്ല രീതിയിൽ കൊടുത്തു. അതാവശ്യമാണ്. പെൺകുട്ടികളായാൽ അത്ര അഹങ്കാരമൊന്നും പാടില്ല. ഇത് കേട്ടിട്ട് നയനെ ആദർശിനോട് ചോദിക്കുകയാണ്, അനി ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ അപ്പോൾ അവളും പിന്നാലെ വന്നത്? അനി വരുന്നത് കൊണ്ട് എന്താണ് ഇത്ര കുഴപ്പം? അവനിവിടെ വന്നതേ നിന്നെ കാണാൻ വേണ്ടിയാ, അല്ലാതെ നന്ദുവിനെ കാണാൻ വേണ്ടിയല്ല. അപ്പോൾ നന്ദു പറയുകയാണ്, അത് പിന്നെ ചിന്തിക്കാനുള്ള പക്വത അവൾക്ക് ഇല്ലല്ലോ ആദർശേട്ടാ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആദർശ് തുടർന്ന് നയനയോട് പറയുകയാണ്, നീ പെട്ടെന്ന് റെഡിയാകുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ നയന, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. നീ നടുവടിച്ചല്ലേ വീണത്? ഞാൻ അങ്ങനെയൊന്നും വീണിട്ടില്ല. ഇവള് വെറുതെ പറഞ്ഞതാ ഞാൻ നടുവടിച്ചാണ് വീണതെന്ന്. ഞാൻ കൈകുത്തിയാണ് വീണത്. ചേച്ചി എന്തിനാ ഈ കള്ളം പറയുന്നത് എന്ന് നന്ദു ചോദിക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കും നന്ദു. എന്തായാലും എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട. അതിനുശേഷം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നായിരുന്നു. എന്തായാലും ആദർശേട്ടൻ ഇതിൻ്റെ പേരിൽ വെറുതെ വീട്ടിൽ വഴക്കിനൊന്നും നിൽക്കല്ലേ. ഞാൻ പിന്നെ കയ്യും കെട്ടിയിരിക്കണമെന്നാണോ നീ പറയുന്നത്? നിനക്കെ മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണം കൊണ്ട് തന്നപ്പോൾ മുതൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. അതിപ്പോൾ കൂടിയെന്ന് വേണം പറയാൻ. കണ്ണിൽ ചോരയില്ലാത്ത ഇനങ്ങളാണ് ഓരോന്നും.
ആദർശേട്ടൻ അനിയെ ഒന്ന് ഉപദേശിച്ചാൽ മാത്രം മതി, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കാണാമല്ലോ, എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഓടി ഇങ്ങോട്ട് വരുന്നത്? ഉടനെ ആദർശ് പറയുകയാണ്, ഞാൻ അവനോട് പറയാം, നിന്നെ അവന് ജീവനാണ്. ഞാൻ നിന്നെ മനസ്സിലാക്കിയതിനേക്കാൾ മുൻപേ നിന്നെ മനസ്സിലാക്കിയത് അവനാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എത്ര അവനോട് വരണ്ട ഇങ്ങോട്ട് എന്ന് പറഞ്ഞാലും അവൻ ചിലപ്പോൾ വന്നെന്നിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ആദർശ് മുറി വിട്ട് പോയി കഴിഞ്ഞപ്പോൾ നയന നന്ദുവിനോട് ചൂടാവുകയാണ്. നീ എന്തിനാണ് ആദർശേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ചേച്ചി എല്ലാം മനസ്സിലൊതുക്കി കഴിയുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയുക തന്നെ ചെയ്യണം. തുടർന്ന് കാണിക്കുന്നത് അനന്തപുരി തറവാടാണ്. ജാനകി അനാമികയുടെ കവിളിൽ തഴുകുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നു. ജലജ ഇതെല്ലാം കണ്ടുകൊണ്ട് അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ജലജ പറയുകയാണ്, നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ജാനകി, ഒരു പെൺകൊച്ച് ഈ വീട്ടിലേക്ക് വന്നു കയറിയതിനു ശേഷം അവൾക്കൊരു സ്വസ്ഥതയും സമാധാനവും കൊടുത്തിട്ടില്ല. അനിയെയും മോളെയും തമ്മിൽ സ്നേഹിക്കുവാൻ സമ്മതിച്ചിട്ടില്ല. മോളെ അടിച്ചത് ശരിയായിരുന്നു എന്നല്ലേ നിന്റെ മോൻ ഇപ്പോഴും പറയുന്നത്? ഒരു വീട്ടിലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ വീട്ടിൽ ഇപ്പോഴുള്ളത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് മുകളിലേക്ക് കയറി വരികയാണ്. ഇത് കണ്ടിട്ട് ജലജ പറയുകയാണ്, ദാ വരുന്നുണ്ട്. ആദർശ് കോപത്തോടുകൂടി അവരുടെ നേരെ നടന്നു വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് ജാനകി പറയുകയാണ്, എന്തോ അറിഞ്ഞിട്ടുള്ള വരവാണ്. വേഗത്തിൽ ആദർശ് നടന്ന് അനാമികയുടെ മുൻപിലേക്ക് വന്നു നിന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ ഭാര്യയെ പിടിച്ച് തള്ളുവാനേ എന്ത് അവകാശമാണ് നിനക്ക് അവളുടെ മേലുള്ളത്? ഉടനെ ജാനകി ചോദിക്കുകയാണ്, പിടിച്ചു തള്ളിയ കാര്യം മാത്രമേ നീ അറിഞ്ഞുള്ളോ? അവളുടെ അനിയത്തി എന്റെ മോളെ തല്ലിയതും തൊഴിച്ചതുമൊന്നും അവൾ നിന്നോട് പറഞ്ഞില്ലേ? ഉടനെ ജലജ, അവൾ അവളുടെ ഭാഗം മാത്രമല്ലേ പറയത്തുള്ളൂ, അല്ലാതെ നടന്നത് മുഴുവൻ വെട്ടിത്തുറന്ന് പറയുകയൊന്നുമില്ലല്ലോ. അപ്പോൾ ആദർശ്, ദേ അപ്പച്ചി, നയനയുടെ വീട്ടിലേക്ക് പോയി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഇവളാണ്, എല്ലാത്തിനും തുടക്കമിട്ടത് ഇവൾ തന്നെയാണ്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആ മോളും ഞങ്ങളുമൊക്കെ അങ്ങോട്ട് പോയത്? അതിന്റെ കാര്യം നീ അന്വേഷിച്ചോ? എല്ലാം ഞാൻ അറിഞ്ഞു. തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്രമാണ് ഇവൾ നയനയെക്കുറിച്ച് ഓരോന്ന് പറയുന്നത്. ഇത് സംഭവിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം ചിലപ്പോൾ നടന്നേനെ. ചിലപ്പോൾ ഇവളെ ഞാൻ കൊന്നേനെ. ഉടനെ അനാമിക പൊട്ടിത്തെറിക്കുകയാണ്, എങ്കിൽ കൊല്ല്, ഇയാളെന്നെ അങ്ങ് തല്ലിക്കൊല്ല്. എടി, നിന്റെ വീട്ടുകാരുടെ സംസ്കാരമാണ് നീ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ആ സംസ്കാരത്തിലേക്ക് ഞാൻ ഒരിക്കലും താഴത്തില്ല. സംസ്കാരമുള്ള ഒരു അമ്മയുടെ മകനാണ് നിങ്ങൾ. പക്ഷേ സംസ്കാരമില്ലാത്തൊരു ഭാര്യയുടെ കൂടെ കൂടിയിട്ട് നിങ്ങളുടെ സംസ്കാരം കൂടി നശിച്ചുപോയി. എടി, എന്റെ ഭാര്യയുടെ സംസ്കാരം എന്താണെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. അവളുടെ അത്രയും യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയും ഇന്ന് ഈ വീട്ടിലില്ല. അവളുടെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യതയെങ്കിലും നിനക്കുണ്ടോ? ഈ സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും മെല്ലെ അവിടേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ ഇവിടെ? അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, മുത്തശ്ശനും മുത്തശ്ശിയും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത്, എന്താ മോനെ? ഇവൾ അനിയുടെ പിന്നാലെ നയനയുടെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ വെച്ച് അനിയും നന്ദുവും കാണുവാനുള്ള അവസരം നയനെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നയനയെ അവിടെ വെച്ച് അവൾ പിടിച്ചു തള്ളി. ഇത് കേട്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ ജാനകി പറയുകയാണ്, അങ്ങനെ പോയെങ്കിലേ മോളുടെ മുഖത്തെ പാട് അച്ഛൻ കണ്ടോ? അവരുടെ വീട്ടിൽ വെച്ച് ആ നന്ദു എന്ന് പറഞ്ഞവൾ മോളെ ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, ആഹാ, സ്വന്തം ചേച്ചിയെ പിടിച്ച് തള്ളുന്നത് കണ്ടാൽ ഏത് അനിയത്തിയും പ്രതികരിക്കില്ലേ? അപ്പോൾ ജലജ, അനി അങ്ങോട്ട് പോയത് കൊണ്ടല്ലേ ചാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അവൾ എന്തിനാണ് ആ പെങ്കൊച്ചിന്റെ പുറകിൽ എപ്പോഴും നടക്കുന്നത്? അനി അവിടേക്ക് പോകുന്നത് നന്ദുവിനെ കാണാനാണെന്ന് നിന്നോടാരാണ് പറഞ്ഞത്? അവൻ അവിടേക്ക് പോകുന്നത് അവന്റെ ഏട്ടത്തിയെ കാണാൻ വേണ്ടിയാ എന്ന് മുത്തശ്ശി പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് അനാമിക പറയുകയാണ്, അവളെ കാണുവാൻ അവന്റെ ചേട്ടൻ പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവൻ അങ്ങോട്ട് പോകേണ്ട കാര്യം? ഉടനെ ആദർശ്, അനി അവിടെ പോകുന്നതിൽ നിനക്കെന്താണ് ഇത്ര പ്രശ്നം? ഉടനെ മുത്തശ്ശൻ അനാമികയോട് പറയുകയാണ്, മോളെ, ഈ കാര്യത്തിൽ തെറ്റ് നിന്റെ ഭാഗത്താണ്. നിന്നെയും കൂട്ടി അവിടേക്ക് പോയ ഇവളുമാരുടെ ഭാഗത്താണ് തെറ്റ്. അതുകൊണ്ട് നിന്റെ കവളത്ത് വീണ പാട് ഇവളുമാരുടെ കവളത്ത് വീഴേണ്ടതായിരുന്നു. പെട്ടെന്ന് ജലജ പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവസാനം ഞങ്ങളുടെ ഭാഗത്തായിരിക്കും കുറ്റം കണ്ടെത്തുന്നത്. ശരിയുടെ ഭാഗത്ത് മാത്രമേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂ, അല്ലാതെ കുറ്റങ്ങളെ ന്യായീകരിക്കാൻ പറ്റില്ല. ഇത് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി വീണ്ടും പ്രതികരിക്കുകയാണ്, നയനമോളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മോളെ പിടിച്ചു തള്ളിയത് വലിയ തെറ്റായിപ്പോയി. അപ്പോൾ ജാനകി ചോദിക്കുന്നു, അതിന് അവൾക്ക് എന്താണ് കുഴപ്പം? ആ ഒരു ചോദ്യത്തിന് മറുപടി പറയുവാൻ കഴിയാതെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും പകച്ചു നിൽക്കുകയാണ്. മൂവരുടെയും ഈ പരിങ്ങൽ ദേവയാനി സംശയത്തോടെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിൽ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ആദർശോ മുത്തശ്ശനോ ഒരുപക്ഷെ സംഭവിച്ച വസ്തുതകൾ മുഴുവനും ദേവയാനിയുടെ മുൻപിൽ വെച്ച് തുറന്നു പറയുമോ? സംഭവിക്കാൻ പോകുന്ന ഉദ്വേഗജനകമായ കാഴ്ചകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.